കാരണം സ്ത്രീകൾക്ക് അടക്കാമെന്ന് സുപ്രീം കോടതി എന്നൊരു വിധി വന്നു. ഏതായാലും അതിപ്പോൾ ഒമ്പതംഗ ബെഞ്ചിൽ റെഫർ ചെയ്തിട്ട് പുതിയ പ്രതീക്ഷയോടെ അതിനെ സംബന്ധിച്ച് പുതിയൊരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ എൻ്റെ പുസ്തകം വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. വസ്തുതകളെല്ലാം ഞാൻ ശേഖരിച്ച് ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ ആരോപണത്തോട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. അതിപ്പോൾ കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷനാണ് അത് പുറത്തിറക്കിയത്. ഇന്നലെ അത് എറണാകുളത്ത് വെച്ച് റിലീസ് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് രണ്ട് മുന്നണികളും പെട്ടവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പലതും സത്യവിരുദ്ധമാണ്, പലതും പ്രകോപനകരമാണ്, വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. CPM-ൻ്റെയും ഇന്നലെ CPI-യുടെയും ഇന്ന് CPM-ൻ്റെയും സംസ്ഥാന സെക്രട്ടറിമാർ സ്വീകരിച്ച നിലപാട് അത്യന്തം പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തന്ത്രിയെ ജാമ്യം നൽകി വിട്ടയച്ചു. 91 പേജുള്ള ഒരു ജാമ്യം അനുവദിക്കുന്ന ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ഒരു ജഡ്ജ്മെൻറ്റ്, സാധാ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ ഓർഡർ എന്നാണ് പറയുക, ജഡ്ജ്മെൻറ്റ് പറയില്ല, ഓർഡർ അപൂർവമാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ, ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് അഗൻസ്റ്റ് ഹിം. അപ്പോൾ അതിനർത്ഥം ഒരു ശകലം, അതിനൊരല്പം പോലും, ശകലങ്ങൾ പോലും ഇല്ലാത്ത എവിഡൻസ്, ഒരു പോയിന്റിലും ഒരു സൂചന പോലും ഇല്ലാത്ത എവിഡൻസ് എന്നാണല്ലോ.